എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞാനെന്ന അമ്മയ്ക്ക് ഇന്ന് വയസ്സ് 4 അപ്പോൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങൾക്ക് മോനെ കിട്ടിയത്. അപ്പോൾ ഇന്ന് മോൻ്റെ 4ാമത്തെ പിറന്നാളാണ്. കുംഭത്തിൽ ഉത്രമാണ് മോൻ്റെ നാള്. അപ്പോൾ നാളാണ് വരുന്നത്. ബർത്ത്ഡേ ജന്മദിനം വരുന്നത് മാർച്ച് 10-നാണ്. അപ്പോൾ ഇന്ന് ചെറിയ രീതിയിലൊരു ആഘോഷമൊക്കെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്. പിന്നെ അറിയാമല്ലോ, ആറ്റുകാൽ പൊങ്കാലയുടെ പിറ്റേ ദിവസമാണ്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് മോനെ അമ്പലത്തിലൊന്നും കൊണ്ടുപോകാനൊന്നും പറ്റിയില്ല. കാരണം നമ്മുടെ ഇവിടെ പനയടംപുള്ളിൽ അമ്മയുടെയും ഉത്സവമായിരുന്നു, പൊങ്കാലയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ തിക്കും തിരക്കും എല്ലാം കാരണം എഴുന്നള്ളത്തും ഒക്കെ കണ്ടിട്ട് ഞങ്ങളെല്ലാവരും ഉറങ്ങിയപ്പോൾ തന്നെ ഒരു നേരമായി. പിന്നെ ഈ പറയും പോലെ 7-8 ദിവസം കൊണ്ട് ഫുൾ ടൈം അമ്പലത്തിൽ തന്നെയായിരുന്നു. രാവിലെ ആയിരുന്നാലും ഉച്ചയ്ക്കായിരുന്നാലും രാത്രി ആയിരുന്നാലും. അപ്പോൾ പിന്നെ ഇന്ന് കുറച്ച് റെസ്റ്റും കൂടി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം മോനെ അമ്പലത്തിലൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല. മോനെ എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു നേരമായി. പിന്നെ പിറന്നാൾ ദിവസമൊക്കെ തന്നെ ഒരുപാടിട്ട് മോനെയും ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ തന്നെ എല്ലാ ദിവസവും രാവിലേക്ക് മോനും എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇനി മാർച്ച് 10-നാണ് നല്ല രീതിയിൽ ആഘോഷിക്കണം എന്നുണ്ട്. അത് ദൈവം സഹായിച്ചാൽ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കണം. കഴിഞ്ഞ വർഷം നമ്മൾ മോൻ്റെ പിറന്നാൾ ബർത്ത്ഡേ ആഘോഷിച്ചത് ഇവിടെ അടുത്തൊരു നിർമ്മലാലയം എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടുത്തെ അമ്മമാരോടൊപ്പമായിരുന്നു. പിന്നെ അവിടുത്തെ കുറച്ച് അന്തേവാസികളൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊപ്പമായിരുന്നു നമ്മുടെ ബർത്ത്ഡേ ആഘോഷം. ഈ വർഷം എന്തായാലും അങ്ങനെ അല്ലാണ്ട് കുറച്ചും കൂടെ ഒന്ന് ആഘോഷിക്കണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതിന് എത്രത്തോളം എങ്ങനെയൊക്കെ ആയിത്തീരുമെന്നൊന്നും അറിയാൻ വയ്യ. ഓണം വന്നാലും സംക്രാന്തി വന്നാലും നമ്മൾ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ, കുറച്ച് കടമകൾ, അത് നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അതുപോലെ ഞാൻ രാവിലെ എൻ്റെ കടമകൾ നിർവഹിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അടിച്ചു വാരലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഴയതുപോലെ കുറച്ച് ദിവസം കൊണ്ട് അതിരാവിലെ ഉണരാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഉണരാനായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചാലും നമ്മളെ ശരീരം കൂടെ അതിനെ അനുവദിക്കണമല്ലോ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നല്ല ചെവി വേദനയൊക്കെ വന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. സൈനസിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ വേദന മാറിയെങ്കിലും ചെവി അടപ്പ് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ രാവിലെയുള്ള കുളി ഒഴിവാക്കാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നമുക്കത് നമ്മുടെ ശീലങ്ങൾ മാറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ പിന്നെ തൂത്തൊക്കെ വാരി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് തേക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഈ പൊടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച്. ഇതാണ് പീതാംബരി പൊടി. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, ചേച്ചി എന്ത് പൊടിയിട്ടാണ് വിളക്ക് തേക്കണതെന്ന്. അതാണ് ഈ സംഭവം. ഇത് കണ്ടില്ലേ, കോപ്പർ, ബ്രാസ്, മെറ്റൽ, അലുമിനിയം ഒക്കെ നമുക്ക് സിൽവർ, അയൺ ഇതൊക്കെ ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാം. പിന്നെ ഭയങ്കര നല്ലൊരു സ്മെല്ല് ഉണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നുമില്ല, അധികം മണമൊന്നുമില്ല. 45 രൂപ ഇതിന് വിലയുള്ളൂ. പിന്നെ ഇത് എവിടെ നിന്ന് വാങ്ങാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ മിക്ക ഷോപ്പുകളിലും ഈ പീതാംബരി പൊടി അവൈലബിൾ ആണ്. വിളക്ക് തേക്കാനായിട്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ്. നന്നായിട്ട് വിളക്ക് നമുക്ക് തേച്ചെടുത്ത് വെളുപ്പിച്ചെടുക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ കുറേ നാളുകൊണ്ട് ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്ന് ഉപയോഗിച്ച് തുടങ്ങി അന്ന് മുതൽ പിന്നെ ഇതിന് അഡിക്റ്റായി. അപ്പോൾ അവർ പറയണത് ഇത് വിളക്ക് തേക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഈ വിളക്ക് ഫുള്ളൊന്ന് തേച്ചെന്ന് പറഞ്ഞാൽ ഒരു തുണി കൊണ്ട് തുടച്ചെടുക്കണം. അതിൻ്റെ എണ്ണയും ആ വെള്ളം എല്ലാം തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ പൊടിയിട്ട് വിരലുകൊണ്ടൊന്ന് തിരുമ്മിയെടുത്താൽ മതി, നന്നായിട്ട് വെളുക്കുമെന്നാണ്. എനിക്ക് പക്ഷേ അതെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. ഞാൻ സാധാരണ നമ്മൾ എങ്ങനെയാണോ വിളക്ക് തേക്കുന്നത് അതുപോലെ തന്നെ തേക്കും. ആദ്യം ആ എണ്ണ ഒന്ന് തുടച്ച് കളയും. എന്നിട്ട് അത് എപ്പോഴൊന്നുമില്ല, ചില ദിവസങ്ങളിൽ എണ്ണ തുടച്ച് കളഞ്ഞിട്ട് ആ രീതിയിൽ ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചകിരി എടുത്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ പൊടിയൊക്കെ തൊട്ട് വിളക്ക് തേക്കില്ലേ, അതുപോലെ തന്നെയാണ് തേക്കണത്. നമുക്ക് എങ്ങനെയാണോ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല, നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അത് നമുക്ക് കറക്റ്റായിട്ട് തോന്നണമെന്ന്. ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. എന്തിനും റിസൾട്ട് ഉറപ്പാണ്. നന്നായിട്ട് നല്ല വെട്ടിത്തിളങ്ങും വിളക്ക് ഇതുകൊണ്ട് തേച്ചെടുക്കുമ്പോഴേക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ധാര എന്ന് പറഞ്ഞിട്ടൊരു ലിക്വിഡ് കിട്ടും നമുക്ക്. ഇതുപോലെ തന്നെ വിളക്ക് തേക്കാനുള്ളതാണ്. അത് നന്നായിട്ട് വിളക്ക് നമ്മൾ എന്ത് പറയാനായിട്ട് വിളക്ക് നമ്മൾ പുതുക്കി എടുക്കണം എന്നൊക്കെ പറയില്ലേ, അതേപോലെ നല്ല കിടിലനായിട്ട് വിളക്ക് വെളുത്ത് വരെയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് വലിയ വിളക്ക് ഇരുന്ന സമയത്ത് ധാര വെച്ച് മിക്കവാറും തേക്കുമായിരുന്നു. ഇപ്പോൾ വലിയ വിളക്ക് നേരെ എടുത്ത് കടയിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അതിന് ഏകദേശം എൻ്റെ അത്ര പൊക്കമുണ്ട്. ഇവിടെ വെച്ചാൽ അത് കേശു എപ്പോൾ തള്ളിയിട്ട് പുറത്തുകൂടെ തലയിൽ കൂടെ എടുത്തിട്ടെന്ന് ചോദിച്ചാൽ മതി. അത് പേടിച്ച് ഇവിടെ നിന്ന് എടുത്ത് കടയിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇനി മോൻ കുറച്ചും കൂടെയൊക്കെ ഒന്ന് വലുതായതിന് ശേഷം വേണം വിളക്കിനെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ വിളക്ക് തേക്കലൊക്കെ കഴിഞ്ഞ് ഇനി പൂമ്പൊടിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ചെമ്പരത്തിപ്പൂ എടുക്കണം.
ഇതൊക്കെ നമുക്ക് ഓരോരുത്തർ പറഞ്ഞു തരുമ്പോൾ കിട്ടുന്ന അറിവാണ്. ചെമ്പരത്തിപ്പൂ എടുക്കുമ്പോൾ പൂമ്പൊടി മാറ്റിയിട്ടാണ് എടുക്കേണ്ടതെന്ന് ഇടയ്ക്ക് ഇതേപോലെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്, പൂമ്പൊടി മാറ്റണമെന്ന്. ഞാനും ഇതൊക്കെ ആദ്യമായിട്ടായിരുന്നു കേട്ടത്. നമ്മളിതൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർക്ക് പല കാര്യങ്ങളും അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നുള്ള ആൾക്കാരില്ലേ, അപ്പോൾ അവരൊക്കെ നമ്മളിങ്ങനെ കമൻറ്റിലൂടെ അറിയിക്കുക, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് തോന്നിയാൽ നമ്മൾ അതേപോലെ അനുസരിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ പൂമ്പൊടിയൊക്കെ മാറ്റി ചെമ്പരത്തി പൂവൊക്കെ കൊണ്ടുവച്ച് പിന്നെ ഇനി വിളക്ക് കത്തിക്കണം. അപ്പോൾ പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഒറ്റ തിരിയിട്ട് രാവിലെ ഒറ്റ തിരിയിട്ട് വിളക്ക് കത്തിക്കില്ലേ ചേച്ചിന്ന്. രാവിലെ മാത്രമേ ഒറ്റ തിരിയിട്ട് വിളക്ക് കത്തിക്കുകയുള്ളൂ. വൈകുന്നേരം ആകുമ്പോഴേക്കും 2 തിരിയിട്ട് തന്നെയാണ് വിളക്ക് കത്തിക്കുന്നത്. അതിന് കുഴപ്പമില്ല എന്നാണ് പറയണത്. എല്ലാം ഓരോരുത്തരും സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലരും പല രീതിയിലാണ് പറയണത്. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ച് ഈ വിളക്ക് കത്തിക്കുന്നത് നമുക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് ആ രീതിയിൽ കത്തിക്കാമെന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു തീരുമാനം. കാരണം ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ഈ 2 തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് നല്ലതല്ല എന്നാണ് പറയണത്. ആ സമയത്തൊക്കെ ഒന്നുകിൽ ഒറ്റത്തിരി, ഒന്നുകിൽ ഒറ്റ, അല്ലെങ്കിൽ 3, 5 അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 7-8 വർഷം കൊണ്ടാണ് ഈ 2 തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് കേട്ട് തുടങ്ങിയത് പോലും. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ ഒറ്റത്തിരിയിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്. എന്ന് വെച്ചാൽ ഉദയസൂര്യനെ സങ്കല്പിച്ച്, വൈകുന്നേരം ആകുമ്പം ഉദയസൂര്യനും അസ്തമയ സൂര്യനെയും സങ്കല്പിച്ചാണ് 2 തിരി ഇടുന്നത് എന്നൊക്കെയാണ് പറയണത്. എന്തായാലും ഞാനിപ്പോൾ അതാണ് ഫോളോ ചെയ്യണത്. അങ്ങനെ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്കത്തട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്ക് ഇന്നലെ ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് ചോളത്തിൻ്റെ ഉപ്പുമാവ് ഉണ്ടല്ലോ, ഉപ്പുമാവ് ഉണ്ടാക്കുന്ന മാവ്, ചോളം മാവ്. അപ്പോൾ എങ്ങനെയാണ് ഇതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്കും അതിനെപ്പറ്റി വലിയ പിടുത്തമൊന്നുമില്ല. പണ്ട് നഴ്സറിയിൽ നിന്നൊക്കെ കഴിച്ച ഓർമ്മ മാത്രമേ ഉള്ളൂ. പണ്ട് അമ്മയൊക്കെ പറയണം, അമ്മയൊക്കെ പഠിച്ച സമയത്ത് സ്കൂളിൽ നിന്ന് ഇതിൻ്റെ ഉപ്പുമാവാണ് കിട്ടിയിരുന്നതെന്ന്. അപ്പോൾ നമുക്ക് പിന്നെ ഇനി എങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കണതെന്ന് ഒരുപാട് തല പോയിക്കുണ്ടല്ലോ, യൂട്യൂബ് ഉണ്ടല്ലോ, എന്ത് നോക്കിയാലും ഒപ്പം കിട്ടില്ലേ. അങ്ങനെ യൂട്യൂബ് നോക്കാതെ പറഞ്ഞ് പാക്കറ്റിൻ്റെ പുറകുവശത്ത് നോക്കിയപ്പോഴേക്ക് എങ്ങനെയാണ് അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കണതെന്ന് അവർ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി അതിൻ്റെയൊക്കെ ഒരു മണം അടിച്ചപ്പോഴും പണ്ട് നഴ്സറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഓർമ്മയൊക്കെ തോന്നി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പുട്ടിന് മാവ് നനയ്ക്കും പോലെ ഈ മാവ് ഒന്ന് നനച്ചെടുക്കണം. കട്ടയൊന്നും ഇല്ലാണ്ട് വെള്ളം ഒഴിച്ച് പതുക്കെ പതുക്കെ ഒന്ന് നനച്ചെടുക്കണമെന്ന് പണ്ട് ഇവിടെ നമ്മളൊക്കെ പഠിച്ചപ്പോൾ അംഗൻവാടിയൊന്നും അല്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ വീട്ടിനടുത്തുള്ള പിള്ളേരൊക്കെ അംഗൻവാടിയിൽ പഠിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിളിക്കാനൊക്കെ പോകും പിള്ളേരേക്ക്. അങ്ങനെ പോണ സമയത്തൊക്കെ അവിടെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ രണ്ട് ടൈപ്പ് ഉപ്പുമാവ് കിട്ടും. ഇതേപോലെ മഞ്ഞ കളറുണ്ട്, വേറൊരു ഉപ്പുമാവും കിട്ടും. അതിപ്പോൾ എന്തുകൊണ്ടാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതും പിന്നെ ആ ഒരു ഉപ്പുമാവുമായിരുന്നു. പണ്ടൊക്കെ ഈ ഉപ്പുമാവ് മാത്രമൊക്കെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ സംഭവങ്ങളൊന്നും അങ്ങനെ അംഗൻവാടി വഴിയൊന്നും കിട്ടാറൊന്നുമില്ലല്ലോ. ഇപ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ് അംഗൻവാടിയിൽ പിള്ളേർക്ക് കൊടുക്കുന്നത്. അത് പോട്ടെ, സ്കൂളിലായിരുന്നാലും നമ്മൾ പഠിക്കുമ്പോഴേക്ക് പയറും കഞ്ഞിയും മാത്രമായിരുന്നു. പക്ഷെ അതൊരു പ്രത്യേക രുചി തന്നെയായിരുന്നു ആ ഒരു പയറും കഞ്ഞിക്കും. അതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ ആ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും. പക്ഷേ ഇപ്പോൾ ഇഡ്ഡലി, സാമ്പാർ, ബിരിയാണി, എന്തൊക്കെ സംഭവങ്ങളാണ് ഇപ്പോൾ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ മാവൊക്കെ നനച്ചെടുത്ത് ഇനി ഇഡ്ഡലി കുട്ടകത്തിൽ വെള്ളം എടുത്ത്, അപ്പോൾ ഇതിനെ ഇനി മാവ് നനച്ചിട്ട് പുട്ടിന് മാവ് നനയ്ക്കും പോലെ നനച്ചിട്ട് ഇതിനൊന്ന് അവിച്ചെടുക്കണം. ഒന്നുകിലും നമുക്ക് പുട്ടുകുറ്റിയിൽ വെച്ച് അവിച്ചെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ആവി കയറ്റി എടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് പുട്ടുകുറ്റിയിൽ വെച്ച് അവിച്ചെടുക്കണതിനേക്കാളും ഇതുപോലെ ചെയ്ത് നോക്കാമെന്ന്. ഒരു എന്താ പറയാനായിട്ട് ഇഡ്ഡലിക്കുട്ടം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട്, പിന്നെ ഞാൻ എപ്പോഴും പറയില്ലേ ഒരു കണ്ണുള്ള ഒരു പാത്രമുണ്ട് എനിക്ക്, അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഇതാണ് സംഭവം, അത് വെച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഈ നനച്ച് വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് തട്ടിക്കൊടുത്തിട്ട് ഇതിനിപ്പോൾ പെട്ടെന്ന് ആവി കയറും. പൊട്ടിന് ആവി വരുമ്പോൾ വരണേക്കാളും സ്പീഡിൽ ഇതിൽ എല്ലാം ആവി കയറി വന്നോളും. ഇനി ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മാത്രം മതി. നന്നായിട്ട് ഇതിൽ ആവി വരും. അതിന് ശേഷമാണ് നമ്മളിതിനെ ഉപ്പുമാവിൻ്റെ രൂപത്തിലേക്ക് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നേരത്തെ രീതിയിൽ നമ്മൾ പുട്ടുകുറ്റിയിൽ വെച്ച് അവിച്ചെടുത്താലും നമുക്ക് പുട്ടായിട്ടും കഴിക്കാം. പക്ഷെ ഒരുപാട് ഗുണമുള്ള സംഭവങ്ങളാണല്ലോ ഇത്. പിന്നെ ഇവിടെ കേശുവിൻ്റെ അച്ഛൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഈ ചോളത്തിൻ്റെതായിരുന്നാലും. പിന്നെ ഇതുകൊണ്ടല്ല നമ്മുടെ റാഗിയുടെ പൊടി, അതുകൊണ്ടുള്ള സംഭവങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ പുട്ടൊക്കെ അവിച്ചു കൊടുത്താൽ പുള്ളിക്കാരന് ഇഷ്ടമാണ്. അതൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണെന്നൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ എനിക്ക് കുറച്ച് വായിക്ക് രുചിയൊക്കെ വേണം കഴിക്കുമ്പോഴേക്കും, അതുകൊണ്ട് ഭയങ്കര മടിയാണ് അതൊക്കെ കഴിക്കാനായിട്ട്.
അപ്പോൾ അതെല്ലാം ആവി കയറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലയിട്ട് വറ്റൽമുളകിട്ട് ഇനി ഇതാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും പച്ചമുളകും കൂടെ അതും കൂടെ ഇട്ടിട്ട് ഇതിനെ ഒന്നിന് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. നമ്മളൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ എടുത്ത മാവിൻ്റെ ഒരു 1/4 ഭാഗം വെള്ളം ഒഴിക്കാനാണ് അവർ പറഞ്ഞിരുന്നത്. ഞാനാണെങ്കിൽ എടുത്ത മാവ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏകദേശം പകുതിയോളം മാവ് എടുത്തിട്ടുണ്ടെന്ന് തോന്നണം. അതിൽ ഇപ്പം നമ്മൾ വെള്ളം കൂടെ ഒഴിച്ച് നനച്ചെടുത്തപ്പോഴേക്കും അത് വീണ്ടും പെരുകിപ്പോയി. അപ്പോൾ ഇനി വെള്ളം എങ്ങാനും കൂടിപ്പോയാലോ എന്നൊരു കൺഫ്യൂഷനും ഒരു പേടിയായിട്ട് ഞാൻ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചുള്ളായിരുന്നു. പക്ഷെ വെള്ളം കുറഞ്ഞു, കുറച്ചും കൂടെ വെള്ളം വേണമായിരുന്നു. അങ്ങനെ ഇതിപ്പോൾ ആ വെള്ളം ഒഴിച്ച് ആ സവോള ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴേക്ക് വെള്ളം കുറച്ചും കൂടെ കുറഞ്ഞെന്ന് തോന്നുന്നു. ഇനി അവിച്ച് വെച്ചിരിക്കുന്ന ആ മാവിനെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ ഇതിൽ ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുത്തോണം. ഒരല്പം പഞ്ചസാരയും കൂടെ ഇട്ട് ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ആ പഞ്ചസാരയിലേക്ക് തീർന്നോട്ടെ എന്ന് വിചാരിച്ചാണ് പഞ്ചസാരയും ഇട്ടത്. പിന്നെ ഇളക്കിയെടുത്തപ്പോഴേക്കും ഉപ്പുമാവൊക്കെ കൊള്ളാമായിരുന്നു, പക്ഷെ കുറച്ചും കൂടെ ഒന്ന് വെള്ളം വേണമായിരുന്നു. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിപ്പോയതുപോലെ തോന്നി. പിന്നെ ഞാനിങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടഞ്ഞു നോക്കി, എന്നാലും അതങ്ങ് ശരിയാവില്ലല്ലോ. നമ്മൾ ആദ്യം ഒഴിക്കുന്ന വെള്ളത്തിലാണ് അതിൻ്റെ കാര്യം ഇരിക്കുന്നത്. അങ്ങനെ എന്തായാലും ഇതായിരുന്നു ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഉള്ളതുപോലെ തന്നെ പറയണമല്ലോ. എനിക്കിതൊന്നും അത്ര വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമില്ല. എനിക്കൊന്നിൽ ഇഡ്ഡലി വേണം, അല്ലെങ്കിൽ ദോശ വേണം, അല്ലെങ്കിൽ പുട്ടിൻ്റെ അടുത്തും വലിയ താല്പര്യമില്ല. അരിപ്പുട്ടാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. പിന്നെ അല്ലെങ്കിൽ ഇടിയപ്പം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം. പിന്നെ ചേട്ടനായിരുന്നാലും ഇതൊക്കെ വലിയ ഇഷ്ടമായിട്ടൊന്നും അല്ല കഴിക്കുന്നത്. പിന്നെ ഹെൽത്തി ഫുഡാണല്ലോ എന്ന് വെച്ചിട്ടാണ് ആൾ കഴിക്കുന്നത്. അതിന് അമ്മയും ചേട്ടനും ഒക്കെ കഴിച്ച് ഞാനിങ്ങനെ പേരിന് വേണ്ടി മാത്രമേ കുറച്ച് കഴിച്ചുള്ളൂ. പിന്നെ പഴവും ഉണ്ടായിരുന്നു, മോറിസ് പഴവും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് സദ്യ ഉണ്ടാക്കണം. അങ്ങനെ കാപ്പികുടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണം സദ്യ ഉണ്ടാക്കാനായിട്ട്. മോൻ്റെ പിറന്നാളാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഒരു പിറന്നാൾ സദ്യ ഉണ്ടാക്കണം. എനിക്കിതൊക്കെ ഒരു ഭയങ്കര നിർബന്ധമാണ്. ഇന്നത്തെ ദിവസം നമുക്ക് ഒത്തിരി തിരക്കുള്ള ഒരു ദിവസം കൂടെ ആയിരുന്നു. ഇന്നലെ പൊങ്കാലയായിട്ട് കടയൊന്നും ഇല്ലായിരുന്നു. പിന്നെ പൊങ്കാലയുടെ തലേ ദിവസമൊക്കെ കടയിൽ കസ്റ്റമർ കൊണ്ടുവന്ന ഓർഡറൊക്കെ പെൻഡിങ്ങാണ്. അപ്പോൾ ചേട്ടനായിരുന്നാലും ഇന്ന് ഒരുപാട് ബിസി ആയിട്ടുള്ള ദിവസമാണ്. പക്ഷേ എനിക്കതൊന്നും എൻ്റെ മനസ്സിലും എൻ്റെ ചെവിയിലും ഒന്നും കയറില്ല. ഇന്ന് മോൻ്റെ പിറന്നാളാണ്, അതുകൊണ്ട് സദ്യ ഉറപ്പായിട്ടും ഉണ്ടാക്കണം. അതുമാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അതിപ്പോൾ മോൻ്റെ പിറന്നാളെന്ന് മാത്രമല്ല, എല്ലാവരുടെ പിറന്നാളും ഞാൻ ആഘോഷിക്കും. നമ്മൾ ഒരാളുടെ പിറന്നാളോ അല്ലെങ്കിൽ അവരുടേതായ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അതിപ്പോൾ ഈ കുരുപ്പിനായാലും അങ്ങനെയാണ്, കേശുവിനായിരുന്നാലും അവൻ്റെ പിറന്നാളെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇങ്ങനെ ആഘോഷിക്കണമുണ്ട് എന്നൊക്കെ മോന് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇന്നത്തെ ദിവസം എന്തോ ആൾ അത്രയ്ക്ക് അങ്ങോട്ട് ഹാപ്പി ആയില്ല. മോൻ്റെ വിചാരം നമ്മളിപ്പോൾ എല്ലാവരെയൊക്കെ വിളിച്ചു കൂട്ടി എല്ലാ രീതിയിലും നമ്മൾ അങ്ങനെയെല്ലാം ബർത്ത്ഡേ ആഘോഷിക്കുന്നത്, ആ രീതിയിൽ ഇന്നും ആഘോഷിക്കുമെന്നാണ്. അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും പൊങ്കാലയ്ക്ക് വന്നതായിരുന്നല്ലോ ഇളയ നാത്തൂനൊക്കെ. അപ്പോൾ അവരെല്ലാം പോകാനായിട്ട് ഇറങ്ങി. മോൻ നോക്കുമ്പോഴേക്കും അവർ പോകുന്നുണ്ട്. പിന്നെ ഇന്ന് ആരും വരണില്ല. അങ്ങനെ രാവിലെ തൊട്ട് എന്നോട് ചോദിക്കണുണ്ട്, അമ്മ ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലേ, ഇന്ന് കേക്ക് വാങ്ങിയില്ലേ, ബലൂണൊന്നും വാങ്ങണില്ലേ, ഇവിടെയൊക്കെ ബലൂണെല്ലാം കെട്ടി വെക്കണില്ലേ, അതുപോലെ തന്നെ ഇന്ന് ആരൊക്കെ വരും എന്നൊക്കെ മോൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് മോൻ അധികം അങ്ങോട്ട് ഹാപ്പി അല്ലായിരുന്നു. നമ്മൾ അത് മാർച്ച് 10 മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ അന്നാകുമ്പോൾ ഞായറാഴ്ചയാണ്, നമുക്ക് എല്ലാം കൊണ്ട് സൗകര്യം അന്നത്തെ ദിവസമല്ലേ. അപ്പോൾ പിന്നെ ഒരുവിധം മോനെ ഇന്ന് അംഗൻവാടിയിൽ മോൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഇന്ന് മോൻ്റെ പിറന്നാൾ ആഘോഷം, നമുക്ക് ഇനി അടുത്ത ആഴ്ച നല്ല രീതിയിൽ ആഘോഷിക്കാമെന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നിനി സദ്യ ഉണ്ടാക്കണം, ഒരു പാൽപ്പായസം സേമിയ ഉണ്ടാക്കണം, പിന്നെ അതുപോലെ തന്നെ പായസവും കേക്കും അംഗൻവാടിയിൽ കൊടുക്കണം. അംഗൻവാടിയിൽ വെച്ചാണ് നമ്മളിന്ന് കേക്ക് കട്ട് ചെയ്യണത്. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു, കേക്ക് കട്ടിങ് എല്ലാം അംഗൻവാടിയിലായിരുന്നു. അന്ന് കഴിഞ്ഞ വർഷം നമ്മൾ സദ്യയും അംഗൻവാടിയിൽ നമ്മളായിരുന്നു കൊടുത്തത്. അപ്പോൾ ഇപ്രാവശ്യം ഇനി സദ്യ ഒന്നും കൊടുക്കണില്ല എന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഒരുപാട് തിരക്കുള്ള ഒരു ദിവസമാണ്, എല്ലാം കൂടെ നടക്കില്ല. അംഗൻവാടിയിൽ നമ്മൾ 12:30 തന്നെ കൊടുക്കണം. അവർ പിള്ളേർക്ക് 12:30 കറക്റ്റ് 12:30 തന്നെ ആഹാരം കൊടുക്കും. അപ്പോൾ ടീച്ചർ എപ്പോഴും പറയും 12 മണിയാകുമ്പോഴേ പിള്ളേർ ചോദിക്കുന്നു, ടീച്ചറെ എന്തുണ്ട് കഴിക്കാനെന്ന്. അപ്പോൾ ഞങ്ങളിന്ന് തിരക്കായതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ച്, അപ്പോൾ അമ്മ അവിടെ സാമ്പാറിന്, തോരത്തിന്, അവിയലിന് എല്ലാം കട്ട് ചെയ്തെടുത്ത്. അപ്പോൾ ഇനി പുളിശ്ശേരി ഉണ്ടാക്കണം. അപ്പോൾ പുളിശ്ശേരിക്ക് ഒരു ഏത്തക്കായും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പീസ്
പൈനാപ്പിളും കൂടെ വെച്ചിട്ടാണ് പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് പോണത്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു കൂട്ടുപടുക്കയൊക്കെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ആ പടുക്കയിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു പീസ് പൈനാപ്പിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും ഏത്തക്കായും കൂടെ വെച്ചിട്ട് നല്ലൊരു പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വെച്ച് അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തെടുത്ത് ഇനി ഇതിനെ ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഏത്തക്കായും കൂടെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് വേവിച്ച് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ സംഭവങ്ങളും ഇവിടെ അടുപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കേശുവിന് രാവിലെ തന്നെ അംഗൻവാടിയിലാക്കിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും നടക്കില്ല. കേക്കിന് ഇന്ന് രാവിലെയാണ് വിളിച്ച് ഓർഡർ കൊടുത്തത്. അവരിപ്പോൾ നമുക്ക് കൊണ്ട് ഡെലിവറി ചെയ്തോളും. കേക്ക് വേൾഡിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേക്ക് ഒരു 1/2 kg റെഡ് വെൽവെറ്റാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആക്കാനൊന്നും നോക്കിയില്ല കേക്കൊന്നും. അപ്പോൾ ഇനിയിപ്പോൾ അത് കൊണ്ടുവരുമ്പോഴേക്ക് അത് അംഗൻവാടിയിൽ കൊണ്ടുപോയി പിള്ളേരെ എല്ലാവരെയും കൂടെ നിർത്തിയിട്ട് കട്ട് ചെയ്യണം. പിന്നെ കുറച്ച് ബലൂണൊന്നും വാങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇനി കുറച്ച് ബലൂണ് ചേട്ടൻ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഈ ഒരു പിറന്നാൾ ദിവസം നമുക്ക് ഒന്നിനും പറ്റില്ല. കാരണം തലേന്ന് പൊങ്കാലയല്ലേ, പൊങ്കാലയൊക്കെ ആയതുകൊണ്ട് ആ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ഇതിൽ കുറേ കാര്യങ്ങളങ്ങ് വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിറന്നാൾ ചെറിയ രീതിയിൽ ഒന്ന് ആഘോഷിച്ചിട്ട് ഡേറ്റാണ് എടുത്ത് നന്നായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇതാ കേശുവിൻ്റെ അപ്പയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി തേങ്ങയൊക്കെ തിരുവിയെടുക്കുകയാണ്. ഇനി സദ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമല്ലോ. അങ്ങനെ പച്ചടിക്കുള്ള സംഭവം അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ ദാ എല്ലാം അരച്ചൊക്കെ റെഡിയാക്കി. അമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരേ ഇരിപ്പിലിരുന്ന് എല്ലാ സംഭവങ്ങളും അങ്ങ് കട്ട് ചെയ്ത് തരും. അതിനുശേഷം തേങ്ങയെല്ലാം തിരുവി കൊടുക്കുമ്പോഴേക്കും അതിനുള്ളതെല്ലാം അരച്ചും വയ്ക്കും. അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സമയം നിൽക്കാനായിട്ട് ഇപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്, കാലൊക്കെ നല്ല വേദനയാണ്. അങ്ങനെ ദാ നമ്മൾ സദ്യയ്ക്കുള്ള ചിട്ടവട്ടങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോൻ എന്തായാലും ഇന്ന് ഇലയിട്ട് ഊണ് കൊടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഇലയിട്ട് സദ്യ ഉണ്ടാകുന്നതാണ് വിചാരിച്ചത്. ഇല എടുക്കാനായിട്ട് ചെന്നപ്പോഴേക്കും ഇലയൊന്നുമില്ല. ഇന്നലെ പൊങ്കാലയല്ലേ, എല്ലാവരും ഇലയെല്ലാം വെട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഒരു ഇലയാണ് കഷ്ടിച്ച് കിട്ടിയത്. അപ്പോൾ എനിക്ക് നിർബന്ധമാണ് മോൻ ഇന്ന് ഇലയിട്ട് തന്നെ ഊണ് കൊടുക്കണമെന്ന്. അങ്ങനെ ഞാനും അമ്മയും കൂടെ അവിടെ തകൃതിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രമ്യ ചേച്ചിയും ഉണ്ട്. അങ്ങനെ പുളിശ്ശേരിക്കുള്ളത് റെഡിയായി, പച്ചടിയായി. അങ്ങനെ പച്ചടി, കിച്ചടി, അവിയൽ, സാമ്പാർ, തോരൻ, അങ്ങനെ ഇങ്ങനെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മോനിപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കും. കേക്ക് നേരെ കൊണ്ടുവന്നത് നമ്മൾ ഇവിടത്തേക്കാണ് പറഞ്ഞ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തത് വീട്ടിൻ്റെ ആയിരുന്നു. പക്ഷേ ചേട്ടന് ഷോപ്പിൽ പോയായിരുന്നല്ലോ. അപ്പോൾ അയാൾ വിളിച്ചപ്പോഴേക്ക് ഷോപ്പിൽ കൊണ്ടുവരാൻ പറഞ്ഞ് അങ്ങനെ കേക്ക് ഷോപ്പിൽ ഡെലിവറി കൊടുത്തിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യമെന്ന് വിചാരിച്ചാൽ അന്ന് കടയിൽ കസ്റ്റമറായിരിക്കും, അല്ലെങ്കിൽ ഒരു കസ്റ്റമറും ഇല്ലായിരിക്കും. എപ്പോഴുമുള്ള കാര്യമാണ്, അച്ചട്ടാണ്. എന്തെങ്കിലും നമ്മൾ ആവശ്യമായിട്ട് കട വന്ന് കുറച്ച് നേരത്തെ അടച്ചിട്ട് വരാമെന്ന് വിചാരിച്ചാൽ അന്ന് കടയിൽ നിന്ന് ഇറങ്ങാനേ പറ്റില്ല. ഇന്നും അതിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് ചേട്ടൻ പറഞ്ഞിട്ട് പോയി എന്താണെന്ന് വെച്ചാൽ ഞാൻ കടയിൽ പോയിട്ട് കേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് വരാം. അപ്പോൾ ഒരു 10 മണിയാകുമ്പോൾ തന്നെ നമുക്ക് കേക്ക് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്ത് പായസത്തിനുള്ള സാധനങ്ങൾ വാങ്ങിയില്ല. പായസത്തിനുള്ള സാധനമൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. 10 മണിക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് ഒരു 12 മണിയാകുമ്പോഴേക്ക് അവർക്ക് പായസം കൊണ്ട് കൊടുക്കാം. ഇതായിരുന്നു നമ്മുടെ പ്ലാന്. പക്ഷേ 10 മണിക്ക് വരാമെന്ന് പറഞ്ഞ ആൾ വന്നപ്പോഴേക്ക് 12 മണിയായി. പിന്നെ 12 മണിക്ക് ശേഷമാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്. അപ്പോൾ ഇതാ എല്ലാ സംഭവങ്ങളും അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഞാനിത് കാണിക്കാനായിട്ട് മറന്നുപോയി. ഇതൊരു മാങ്ങ ഇട്ട് വെച്ചതാണ്. എന്ന് വെച്ചാൽ സാധാരണ ഞങ്ങളുടെ അച്ചാറിടും, അന്ന് വൈകുന്നേരം തന്നെ എടുക്കും. അപ്പോൾ ഇത് അങ്ങനെ അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചേച്ചി കൊണ്ടുവന്ന മാങ്ങയാണ്. അതിനെ കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ട് അതിനെ കട്ട് ചെയ്ത് വെച്ച് ഉപ്പും കായവും ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഒരു 3 ദിവസം ആയപ്പോഴേക്കും അതിൽ നിന്ന് തന്നെ വെള്ളം ഊർന്നിറങ്ങി നല്ല സെറ്റായിരിപ്പുണ്ട്. ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പിന്നീട് കാണിച്ചു തരാം. അപ്പോഴേക്കും ചേട്ടൻ എന്താ കേക്ക് മുട്ടായിയൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഇതെല്ലാം കൊണ്ട് അംഗൻവാടിയിലേക്ക് പോയി. ഞങ്ങളിന്ന് ബലൂണൊക്കെ വാങ്ങണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ രാവിലെ ആയപ്പോഴേക്കും മോൻ പറയാണ് ബലൂണൊക്കെ വേണമെന്ന്. അങ്ങനെ കുറച്ച് ബലൂണ്, ചെറിയൊരു പാക്കറ്റ് കിട്ടുമല്ലോ 10 രൂപയുടെ പാക്കറ്റ്, അങ്ങനെ ഒരു പാക്കറ്റ് ബലൂണ്, രണ്ട് പാക്കറ്റ് ബലൂണ് വാങ്ങിക്കൊണ്ട് വന്ന് ഒരു 10 ബലൂണോളം അതിലുണ്ടായിരുന്നു. അങ്ങനെ അതിനിതാ വീർപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം കുറച്ചൊക്കെ വീർപ്പിച്ച് പിള്ളേർക്ക് എല്ലാവർക്കും കൂടെ കളിക്കാമല്ലോ. അങ്ങനെ അവിടെ അംഗൻവാടിയിൽ തന്നെ ഇടാമെന്ന് വിചാരിച്ച് ഇനി കേക്ക് കട്ട് ചെയ്യണം. ബലൂണാണെങ്കിൽ സാധാരണ നമ്മളിങ്ങനെ വാങ്ങുമ്പോഴേക്കും നല്ല ക്വാളിറ്റിയുള്ള ബലൂൺ തന്നെയാണ് കിട്ടണത്. ഇതെന്തോ പഴയ സ്റ്റോക്കാണെന്ന് തോന്നുന്നുണ്ട്. ബലൂൺ അധികം അങ്ങോട്ട് പെരുവി വരണതുമില്ല. കേശുവിനാണെങ്കിൽ മുഖത്തിന് ഒരു തെളിച്ചവും ഇല്ല, ആകെപ്പാടെ ഇതായിട്ടിരിക്കുകയാണ്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിറന്നാളെന്ന് പറഞ്ഞപ്പോഴേക്ക് കേശു വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. അതെന്തായാലും 10-ാം തീയതി ദൈവം സഹായിച്ചാൽ നമുക്ക് ആഘോഷിക്കണം. അപ്പോൾ വന്നപ്പോഴേക്ക് ഒരു ബർത്ത്ഡേ ക്യാപ്പൊക്കെ ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഇനി അവിടെ നിർത്തിയിട്ട് പിള്ളേരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് നിർത്തിയാണ് കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോണത്. അങ്ങനെ ഇനി കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഇനി എല്ലാവരും എന്താ കസേരയിൽ ഇതിങ്ങനെ ചേർത്ത് നിർത്തും. ഇവിടെ ക്രിസ്മസിനായിരുന്നാലും എല്ലാ പ്രാവശ്യം എന്തിന് കേക്ക് കട്ട് ചെയ്താലും ഇങ്ങനെ തന്നെയാണ് ഇവിടെ ചെയ്യാറ്. അങ്ങനെ പിള്ളേർക്ക് എല്ലാവർക്കും അതൊരു സന്തോഷമല്ലേ ഇതൊക്കെ കാണുമ്പോഴേക്ക്. അപ്പോൾ ഇനി ഇതാ ഓരോരുത്തരായിട്ട് എടുത്ത് ഇങ്ങനെ നിർത്തുകയാണ്. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, എന്നെ എടുക്കണില്ലല്ലോ എന്ന്. അങ്ങനെ എല്ലാവരെയും നമ്മൾ പിന്നെ കുറച്ച് സേഫാക്കി കൂടെയൊക്കെ നിർത്തണമല്ലോ. അപ്പോൾ അതെല്ലാം നോക്കി അവരതിൽ ആ മേശയിൽ തന്നെ പിടിച്ചുകൊണ്ടൊക്കെ നിൽക്കാൻ പറഞ്ഞ് അങ്ങനെ നിർത്തിയത്. ഇനി ഇതാ ഒരു 2-3 ബലൂണൊക്കെ അവിടെ പെരുക്കിയൊക്കെ വെച്ച് ഇനി കേക്ക് കട്ട് ചെയ്യണം. എല്ലാവർക്കും പിള്ളേർക്ക് അവനറിയാം. അവന്റെ കൂട്ടുകാർക്ക് ആദ്യം കൊടുക്കണേ. തമ്പിക്കുട്ടനെ കൊടുത്തില്ലേ? ആരോണിന് പവയ്ക്ക് കൊടുത്ത് ആരോണിനോട് ഇനി മറ്റേ ടീച്ചറിനോട് വെച്ചോട്ട് കേശു കേട്ടോ. ബാക്കി അവന് തോന്നുന്നു. എന്തിനാ പറഞ്ഞു? അത് സെലിബ്രേഷൻ ഇത്ര പറ്റിയില്ല. അങ്ങനെ അംഗൻവാടിയിൽ വെച്ച് കേക്കെല്ലാം കട്ട് ചെയ്ത് അവൻ്റെ ഫ്രണ്ട്സിനും ടീച്ചർമാർക്കും നമുക്കും എല്ലാവർക്കും കേക്കൊക്കെ തന്ന് ഇനി നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോകുന്നത്. ശരി, ഓ അടുത്ത അതൊരു തമിഴ് താങ്ക് യു. അങ്ങനെ പിന്നെ കേശുവിനെ ഉച്ചവരെ ഇരുത്തിയുള്ളൂ അംഗൻവാടിയിൽ. അപ്പോൾ ദാ മോനിന് ഇലയിട്ട് സദ്യ കൊടുക്കണം. അങ്ങനെ ഇലയ്ക്ക് ഇട്ടതാ കണ്ടില്ലേ, ആൾക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും ഇലയിൽ ചോറ് കൊടുക്കണമല്ലോ. പിന്നെ ഇലയിൽ ചോറ് ഉണ്ണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സദ്യ ഉണ്ണാനൊക്കെ ആൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ സദ്യ വിളമ്പാൻ നിൽക്കുമ്പോൾ എന്തോന്നമ്മേ എന്തൊരു പായസം എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേശുക്കുട്ടൻ. അപ്പോൾ എന്തായാലും സദ്യ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, മോന് വേണ്ടിയല്ലേ ഇതെല്ലാം ഉണ്ടാക്കിയത്.
അങ്ങനെ ദാ ഇനി സദ്യയൊക്കെ വിളമ്പിയാലും ചില സമയം നല്ല സ്വഭാവമാണെന്നുണ്ടെങ്കിൽ വാരി കഴിച്ചോളും. അപ്പോൾ ഇന്നത്തെ മൂഡ് അത്ര ശരിയല്ല. ഇനി ചോറ് കഴിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ കൊടുക്കണം, അത് കണ്ടാലേ കഴിക്കുള്ളൂ. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മോൻ ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം എൻ്റെ മോൻ വിചാരിച്ച പോലെ ഒന്നും വന്നില്ല, അതാണ് കാര്യം. പറഞ്ഞാലും മനസ്സിലാക്കാനായിട്ട് അവൻ അത്ര അറിയില്ലല്ലോ. പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്ക് പറയുന്നുണ്ട്, അമ്മ ഇനി അടുത്ത ആഴ്ചയാണോ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന്. ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഈ വർഷം ഇനി ഇങ്ങനെ അങ്ങ് പോട്ടെ, അടുത്ത 5 വയസ്സല്ലേ, അപ്പോൾ 5 വയസ്സിൽ നന്നായിട്ട് ആഘോഷിക്കാമെന്നാണ്. ഇപ്പോൾ ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങൾ മതിയെന്ന് വിചാരിച്ചു. പക്ഷെ മോൻ സമ്മതിക്കണ ഒരു കാര്യവും ഇല്ലെന്നാണ് തോന്നണത്. അങ്ങനെ കുറച്ച് ചോറൊക്കെ ഇട്ട്, ചോറിട്ട ഉടനെ പായസം ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്, അതുകൊണ്ടാണ് സേമിയ ഉണ്ടാക്കിയത് തന്നെ. ഉണ്ട് അവിടെ വെച്ചിട്ടുണ്ട്, അമ്മച്ചി അവിടെ പായസം വെച്ച് അവിടെ വെച്ചിട്ടിരിക്കുന്നു. അങ്ങനെ മോൻ സദ്യ ഉണ്ണാനായിട്ട് ഇരുന്ന്, മോൻ സദ്യ ഉണ്ട് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് എല്ലാവർക്കും സദ്യ ഉണ്ണാനായിട്ട്. ഇപ്പോൾ ചേട്ടൻ ഉച്ചയ്ക്ക് വരാനായിട്ട് പറ്റണ ഒരു ലക്ഷണവും ഇല്ല, നേരത്തെ വന്നിട്ട് പോയില്ലേ. ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴേക്കും അന്ന് കസ്റ്റമർ കൂടുതലായിരിക്കുമെന്ന്. അപ്പോൾ ഇന്നിനി അർജൻറ്റ് ഓർഡറുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആൾക്ക് ഉച്ചയ്ക്ക് വരാനായിട്ട് പറ്റില്ല. അപ്പോൾ ചോറ് വാരി കൊടുത്തപ്പോഴും എന്നോട് ഇങ്ങനെ പിണങ്ങി ഇരിക്കുകയാണ്, കണ്ടില്ല. ഞാൻ ഇടയ്ക്ക് വഴക്കമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും ചോറ് ഫുള്ള് കഴിച്ച് അപ്പോഴേക്ക് പായസം വേണമെന്ന് പറഞ്ഞ് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പായസമൊക്കെ കുടിക്കുന്നുണ്ട്. അതൊക്കെ എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ അതൊന്നും വലിയ കാര്യമാക്കിയില്ല. വഴക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഇന്ന് പിറന്നാളല്ലേ, ചുമ്മാ വഴക്ക് കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അധികം ഒന്നും വഴക്ക് പറയാണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ചോറ് കഴിക്കാനായിട്ട് പോണതാണ്. പക്ഷേ ഈ സദ്യ ഉണ്ണുമ്പോൾ അത് ഇലയിൽ തന്നെ ഉണ്ണണം, അതാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷെ എന്ത് പറയാനായിട്ട് ഇലയില്ല. അതുകൊണ്ട് ഇനി നമുക്ക് ഇതിൽ മാത്രം പ്ലേറ്റിൽ മാത്രം ചോറ് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട് അച്ഛനുണ്ട്, അതുപോലെ ബിജുണ്ണനുണ്ട്, രമ്യ ചേച്ചിയുണ്ട്, ഞാനുണ്ട്, അമ്മയുണ്ട്. മോൻ ചോറൊക്കെ കഴിച്ചിട്ട് ആൾ കിടന്ന് ഉറങ്ങി. അപ്പോൾ എൻ്റെ അമ്മയും ഇല്ല, ചേട്ടനും ഒന്നുമില്ല. അപ്പോൾ അവരൊക്കെ ഇനി വൈകുന്നേരത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഇനി എല്ലാവരും കൂടെ ചോറുണ്ണാനായിട്ട്, മോൻ്റെ പിറന്നാൾ സദ്യ ഉണ്ണാനായിട്ട് പോണതാണ്. ഇന്നെങ്കിലും ഒന്ന് മീനൊക്കെ വാങ്ങിച്ച് വെക്കണമെന്നുണ്ടായിരുന്നു. ഈ പറയും പോലെ 7-8 ദിവസം കൊണ്ട് എല്ലാ ദിവസവും അമ്പലത്തിലായിരുന്നല്ലോ. അപ്പോൾ ഇന്നാണ് വീട്ടിൽ നന്നായിട്ട് വേവിച്ച് തുടങ്ങിയതും. പക്ഷെ ഇന്ന് മീൻ വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നും കൂടെ ആയപ്പോഴേക്കും മീനൊക്കെ ഇങ്ങനെ കഴിച്ചോളാൻ വയ്യാത്തൊരവസ്ഥയായി. നമ്മളിങ്ങനെ ഒരുപാട് നാളൊന്നും മീനൊന്നും കഴിക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ കൂടി പോയാൽ ചിലപ്പോൾ എന്തെങ്കിലും വ്രതമോ കാര്യങ്ങളൊക്കെ ആയിട്ട് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം. ഇതിപ്പോൾ അമ്പലത്തിലെ കാര്യമായതുകൊണ്ട് നമ്മളത് അറിഞ്ഞതുമില്ല. പക്ഷേ ഇന്നൊക്കെ ആയപ്പോഴേക്കും മീൻ കഴിക്കാൻ നല്ലൊരു കൊതി തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നാളെ ഇനി മീനൊക്കെ വാങ്ങിച്ച് ചന്തയിൽ പോകണം. മീനൊക്കെ വാങ്ങിച്ച് മീനും മരിച്ചിനെങ്കിൽ മരിച്ചിന്, ചക്കയെങ്കിൽ ചക്ക, അതൊക്കെ വാങ്ങിച്ച് പഴയ ജീവിതത്തിലോട്ടൊന്ന് തിരിച്ചു പോകണം. പിന്നെ ഈ പറയും പോലെ നമുക്ക് ചുറ്റും നമ്മുടെ ഇപ്പോൾ വീടിൻ്റെ ഒക്കെ ചുറ്റും ഒരുപാട് അമ്പലങ്ങളുണ്ട്. അവിടെ എല്ലാം ഉത്സവങ്ങളുണ്ട്, അവിടെ എല്ലാം അന്നദാനവും ഉണ്ട്. പക്ഷേ നമുക്കെപ്പോഴും നമ്മുടെ അമ്പലം എന്ന് പറയുമ്പോഴേക്കെന്ന് വെച്ചാൽ എല്ലാവർക്കും അവർക്കൊരു അമ്പലം ഉണ്ടായിരിക്കുമല്ലോ. അവരുടെ തൊട്ടടുത്തുള്ള ഒരു അമ്പലമായിരിക്കും അവരുടെ ഏറ്റവും വിലപ്പെട്ട ഒരു അമ്പലം. അപ്പോൾ അതുപോലെ നമ്മുടെ അമ്പലത്തിലെ ഉത്സവവും നമ്മുടെ അമ്പലത്തിലെ അന്നദാനവുമാണ് ഏറ്റവും നമുക്ക് വലുത്. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ മാത്രമേ എല്ലാ ദിവസവും ഇതുപോലെ അന്നദാനത്തിനും അതുപോലെ തന്നെ എല്ലാ ദിവസവും അവിടെ തന്നെ പോണതൊക്കെ നമ്മുടെ അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഇതേപോലെ ആഘോഷിക്കുന്നത്, ഇതേപോലെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ അമ്പലത്തിലൊക്കെ എഴുന്നള്ളത്താണ്, പൊങ്കാലയും എഴുന്നള്ളത്തുമാണ്. ഇനി നമ്മുടെ കോലത്തേറെ ശിവക്ഷേത്രമുണ്ട്. അവിടെ ശിവക്ഷേത്രം ആണെങ്കിലും ഗുരുദേവൻ്റെ എന്ന് വെച്ചാൽ എന്താ പറയണ്ടേ, ലോകത്തിലെ ആദ്യത്തെ ഗുരുദേവ ക്ഷേത്രം കൂടെയാണ് അവിടെ. അപ്പോൾ അവിടെ ഗുരുദേവനാണ് അവിടുത്തെ ശിവനെ പ്രതിഷ്ഠിച്ചത്. അപ്പോൾ അരുവിക്കരത്തെ ശിവപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഗുരുദേവ ശിവപ്രതിഷ്ഠ നടത്തിയത് നമ്മുടെ അമ്പലത്തിലാണ്, കോലത്തേര അമ്പലത്തിലാണ്. അവിടുത്തെ ഉത്സവം ഭയങ്കര ഫേമസുമാണ്, ഭയങ്കര ഉത്സവമാണ്. അവിടെ ആറാട്ടാണ്, മഹാദേവ ആറാടിയാണ് വരണത്. ഇനി നമുക്ക് അടുത്ത ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉത്സവമാണ്. അപ്പോൾ ഇനി അതിപ്പോൾ ഈ പ്രാവശ്യം വരണത് വിഷുവിൻ്റെ അന്ന് തന്നെയാണ്. പിന്നെ അതിൻ്റെ തലേദിവസം കുംഭാഭിഷേകമുണ്ട്. കുംഭാഭിഷേകം എന്ന് പറയുമ്പോഴേക്കും ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും എല്ലാവർക്കും എടുക്കാം. അപ്പോൾ മോനെ ഈ വർഷം കുംഭാഭിഷേകം എടുപ്പിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഭഗവാൻ സഹായിച്ച് അതും കൂടെയൊക്കെ നടത്തണം. അപ്പോൾ സാധാരണ ഇപ്പോൾ മേടത്തിലാണ് വരുന്നത്, അല്ലെങ്കിൽ മേടത്തിലല്ല, മീനത്തിൽ തിരുവാതിരയായിരുന്നു അവിടുത്തെ ഉത്സവം. ഇപ്പോൾ മേടത്തിലാണ് വരണത്. എന്താണെന്ന് അറിഞ്ഞൂടെ, ഇപ്പോൾ അതിവർഷം വന്നതുകൊണ്ട് എല്ലാം തലതിരിവിലൊക്കെയാണല്ലോ വരണത്. അപ്പോൾ വിഷു ഒന്നിന് ഇനി വിഷുവിൻ്റെ ആഘോഷമുണ്ട്, അവിടുത്തെ ആറാട്ടമുണ്ട്. ഇനി അതിനായിട്ടൊരു കാത്തിരിപ്പാണ്.
പിന്നെ ഇനി നമ്മുടെ അമ്പലത്തിൽ ഉത്സവം വരണമെങ്കിൽ 1 വർഷം കാത്തിരിക്കണം, ഇതേപോലെ ഒന്ന് ആഘോഷിക്കാനും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാനും എല്ലാം. ഇപ്പോൾ ഉത്സവ പിറ്റേന്നെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഭയങ്കര മൂകതയാണ്. എല്ലാം കഴിഞ്ഞ് ആളും ആരവവും ബഹളവും ഒക്കെ കഴിഞ്ഞിട്ടൊരിതാണ്. പിന്നെ നമുക്ക് മോൻ്റെ പിറന്നാളായതുകൊണ്ട് നമുക്ക് പിന്നെ ആ ഒരു രീതിയിൽ നമ്മളങ്ങ് മുന്നോട്ട് പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. പിന്നെ ഇടയ്ക്കൊരു കാര്യം പറയാനായിട്ട് മറന്നുപോയി, നല്ല പാൽപ്പായസമായിരുന്നു കേട്ടോ, നല്ല സേമിയ പായസമായിരുന്നു. അപ്പോൾ ഇലയിലല്ലല്ലോ ഉണ്ടത്, ഇലയിലായിരുന്നെങ്കിൽ നമുക്ക് ഇലയിലൊഴിച്ച് കുടിക്കാമായിരുന്നു. അപ്പോൾ ഇനി പാൽപ്പായസം കൂടെ കുടിക്കണം, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.